विग्रह होंगो में बनाया, वो कंपनी विग्रह निर्माण में बहुत तो मशहूर है। असली और नकली 100% किसी को आइडेंटिफाई नहीं कर सकते। ये विग्रह एसएसआर को जल्दी भेजो। कोल्लंजेरी मंदिर में ये प्रतिष्ठा करने का है। ओरिजिनल विग्रह निकालने के लिए मैं पूरा प्लान बना दिया। वो प्लान में एसएसआर को अभी भेजेगा। ಇದು ಮಂತ್ರವೋ ತಂತ್ರವೋ ಕುತಂತ್ರವೋ ಮಂತ್ರವೋ ತಂತ್ರವೋ ಕುತಂತ್ರವೋ ಮಂತ್ರವೋ ತಂತ್ರವೋ ಕುತಂತ್ರವೋ ಕುತಂತ್ರವೋ ജീവിതയാത്രയിൽ മാറിടും പുതുവേഷങ്ങളായിരം ജീവിതയാത്രയിൽ മാറിടും പുതുവേഷങ്ങളായിരം ഒരു ചാൺവയറിനല്ല സുഖിച്ചു ജീവിതമാടാൻ ഇത് മദ്യം ചെയ്യും പാതക ധരികിട 12 ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ മന്ത്രമോ തന്ത്രമോ മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ഈ വഴിയിൽ ധർമ്മ സങ്കടമുണ്ടേ ഈ മണ്ണിൽ ദുരിത കണ്ണീരുണ്ടേ ആത്മാവിൻ പിടയും വേദനയുണ്ടേ മൗനത്തിൻ നീറും അനുഭവമുണ്ടേ ഇത് മായിക മോഹന ജീവിത തന്ത്രമോ ഇത് ആടും പടയണി പകരും വേഷവിധാനമോ ഇത് മന്ത്രമോ മന്ത്രമോ തന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ കള്ളന്മാർ കഥകൾ മെനയും നാട് സത്യത്തെ ചതിയിൽ വീട്ടും നാട് പുലികളെ എലിയായി മാറ്റും ഈ നാട് ഞാടിന്മേലാടുന്നവരുടെ നാട് ഇത് നൂതന ജീവിത നാടകശാലയോ ഈ പാവക്കൂത്തിൽ ചരട് വലിക്കും സൂത്രധാരനോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ജീവിതയാത്രയിൽ മാറിടും പുതുവേഷങ്ങളായിരം ജീവിതയാത്രയിൽ മാറിടും പുതുവേഷങ്ങളായിരം ഒരു ചാൺവയറിനല്ല സുഖിച്ചു ജീവിതമാടാൻ ഇത് മദ്യം ചെയ്യും പാതക ധരികിട 12 ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ അച്ഛനെന്താ രാവിലെ അമ്മയുടെ ഫോട്ടോ നോക്കിയിരിക്കുന്നത്? നിന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നിന്നെ ഒരു IAS കാരനായി കാണണമെന്ന്. മരുന്ന് പോലും കഴിക്കാതെ അച്ഛനത് എങ്ങോട്ടാ പോകുന്നത്? എടാ അപ്പു, ഈ ഡോക്ടർമാര് പറയുന്ന പോലെ എനിക്ക് വലിയ അസുഖമൊന്നുമില്ല. ഉണ്ടായാലും ഇല്ലേലും അച്ഛൻ ഇനി ഒരു ജോലിക്കും പോകണ്ട. ഈ മരുന്ന് കഴിക്ക്. വെറുതെ ഇങ്ങനെ മരുന്നും കഴിച്ച് വീട്ടിൽ കുത്തിയിരുന്നാലുണ്ടല്ലോ, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കൂടെയുള്ളൂ. ആ ഇങ്ങതാ ചവിട്ട തൊന്തപ്പൊടിയുണ്ട്. ആ വന്നല്ലോ കൂട്ടുകാരൻ. ആ മക്കളിരിക്കെ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. പെട്ടെന്ന് റെഡിയാകും. എങ്ങോട്ടാടാ? ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എടുത്ത് വാടാ. എത്രയാടാ? 10 രൂപ. ശൈതാലിയേ, 2 ചായ. നിന്നോടാ പറഞ്ഞത്. ഇനി ചായക്ക് പാലില്ല. എന്താ എന്താ എന്താ
പാലില്ലേ? പാലില്ലെന്ന് ചോദിക്കാൻ 10 ഉപ്പി ഒന്നും വാങ്ങിച്ചു തന്നില്ലോ. 2 ഉപ്പി പാലും കൊണ്ട് ഞാൻ എത്ര പേർക്ക് ചായ കൊടുക്കണം? പതുക്കെ പറയടാ. അപ്പൊ അവിടെ മഗ്ഗിൽ അടച്ചു വെച്ച് നരക്കുപ്പി പാൽ നീ എടുത്ത് കുടിച്ചോ? ഞാൻ നായരെ പഠിച്ചോനൊരുക്കത്തെ കാര്യം പറയല്ലോ. എന്താടാ ആ പാലെടുത്താണ് തന്റെ സിനിമാ നടൻ മോൻ മോഹൻ കഴിയത്. ആര്? ഹൃദയഭാനു? ഹൃദയഭാനു. ഓ യവൻ മുടിച്ച് തേച്ച് കഴുകും. എടാ ഹൃദയഭാനുവേ, അവന്റെ ഹൃദയം ഇന്ന് ഞാൻ പാനുവാക്കും. എന്താ പ്രശ്നം? എടാ ഞാനിവിടെ പാല് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് മോന്ത കഴുകാനല്ല, നാട്ടുകാർക്ക് ചായ കൊടുക്കാനാ. എന്റെ അച്ഛാ, മമ്മൂട്ടിയും മോഹൻലാലിനും പോലെ വലിയ സിനിമാ നടനാവണമെങ്കിൽ എന്റെ മാത്രം കഴിവുകൊണ്ട് പറ്റില്ല. വീട്ടുകാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. അല്ലേ ഭാസ്കരൻ ചേട്ടാ? ആ, അതിനു വേണ്ടി ഇത്തിരി പാലും പഞ്ചസാരയൊക്കെ ചെലവായെന്നിരിക്കും. പാലില്ലെങ്കിൽ ഒരു കടിച്ചായ എന്നാലും അല്ല പിന്നെ ഒരു കോള് പോയത് കണ്ടോ? കടിഞ്ചായ കൊടുത്താൽ മതിയെന്ന്. ഓ വേണ്ട വേണ്ട, അടുത്ത കോള്. ഇപ്പോ മേലാൽ അവനുള്ളപ്പോ പാലും കൊണ്ടുകൂടെ വന്നു പോകരുത്. ഇപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കുമാരി മായയുടെ നൃത്തം ഉടനെ ആരംഭിക്കുന്നതാണ്. നിർത്തുങ്ങളാ. இங்க வாடா. எத்தனை நாளாயிடா எங்களை ஏமாத்துற? இன்னைக்கு கடைசி நாள். ஏய், உன்னை பணத்தை கொடுங்க, இல்லன்னா உன் பொண்ணை தூக்கி வர சொல்லி முனியப்பண்ண. എങ്കേടാ ഗുണ്ടായുസം കാണിച്ച നീ ജീവനോട് ഇവിടെ തിരിച്ചു പോവില്ല. ഇത് ഞങ്ങളുടെ കളവാ. ഇവിടെ കളിക്കാൻ ഞങ്ങൾ മതി. വിട്ടുപിടി പോ. என்ன நினைச்சேன்? இவங்க எல்லாம் எங்க பசங்களா? போயிட்டு அடுத்த வாரம் வாங்கடா. உங்க பணத்தை முதல்லும் வட்டியும் சேர்த்து தருவேன். வருவேன்றா, கண்டிப்பா வருவேன்றா. ஏய், பணத்தை தரலைனா உன் பொண்ணை நான் கண்டிப்பா தூக்குடுவேன். ஏடா போடா போடா போடா. അണ്ണാ, മായാഭാരതി റെഡിയല്ലേ? എന്നാ പിന്നെ എന്താ താമസം? ആൾക്കാർ ബഹളം ഉണ്ടാക്കണുണ്ടല്ലേ? എന്നാ പിന്നെ തുണി വന്നിട്ടേ. അല്ല ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങോട്ടെ. പ്രണയത്തിൻ പൂന്തണലിൽ ഈ സുരഭിലയാമങ്ങളിൽ സ്വപ്നങ്ങൾ നെയ്യാൻ സ്വർഗങ്ങൾ പൂകാൻ വരുമോ പ്രിയ സഖിനി? ഹൃദയത്തിൻ താളങ്ങളാൽ എൻ മനസ്സിന്റെ പഞ്ചികയിൽ അനുരാഗ കാവ്യം വിരചിച്ചതാരും പ്രിയവരൻ കവിവരനോ? പൂവേ എന്നഴകിന്റെ അനുഗ്രഹ സുരഭിലമാം രാവേ ഉണരാൻ നീ വരുമോ? ഹൃദയത്തിൻ താളങ്ങളാൽ എൻ മനസ്സിന്റെ പഞ്ചികയിൽ അനുരാഗ കാവ്യം വിരചിച്ചതാരോ പ്രിയവരൻ കവിവരനോ? നിൻ പുഞ്ച
വിളയും തീരം അതിവരെ കണ്ടു നടക്കാൻ വരുമോ എൻ പ്രിയ സഖിയേ അനുരാഗമതമറിയാൻ തരുമോ നിൻ തിരുഹൃദയം നറുചൂടിൻ സുഖമറിയാൻ ഈ ഭാവന മോഹന സുന്ദര രാവിൽ അലിയാം പരസ്പരം ഞാൻ കാണും ബിംബങ്ങൾ നിൻ രൂപചിത്രങ്ങൾ സാഗര സംഗമ നിർവൃതി പോലെ ഒഴുകാൻ പരസ്പരം ഹൃദയത്തിൻ താളങ്ങളാൽ എൻ മനസ്സിന്റെ പഞ്ചികയിൽ അനുരാഗ കാവ്യം വിരചിച്ചതാരോ പ്രിയവരൻ കവിവരനോ മായ, നൃത്തം വളരെ നന്നായിരുന്നു. தேங்க்ஸ். உங்களோட மனசொன்னும் இங்கே இல்லே. எனக்கு தெரியும். நீங்க வேற ஏதோ உலகத்தில் இருந்தே. ஆடும்போ நான் உங்களை பார்த்தேன். പക്ഷെ ഞാൻ കണ്ട നൃത്തത്തിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. அப்பா உங்களுக்கு என் பொண்ணு மேல தான் கண்ணு அது எனக்கு நல்லா தெரியும் அது நடக்க மாட்டேன் എന്റെ അണ്ണ നിങ്ങളുടെ മോളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. நீங்க என்ன குருடன் நினைச்சீங்களா என்ன பண்றேன்னு எனக்கு நல்லா தெரியும் അണ്ണൻ ഞങ്ങൾ നമ്പ്. ഈ വാരത്തെ കാശ് ഇന്ന് അമ്പല കമ്മിറ്റിക്ക് കൊടുക്കണം. കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷൻ അണ്ണന്റെ കയ്യിലാ ഉള്ളത്. കളക്ഷനാ കാശാ പണമാ? അപ്പുകുട്ടാ നിന്റെ അച്ഛൻ ഉണ്ണിനാരുടെ ചായക്കടയിൽ തലകറങ്ങി വീണ്ട. നീ പെട്ടെന്ന് ചെന്നേ. എടാ ഇയാളെ നമുക്ക് പിന്നെ എടുക്കാം. വാടാ. അച്ഛനെന്താ പറ്റി ഉണ്ണിടാ? വന്ന ഉടനെ ചൂടുവെള്ളം ചോദിച്ചു. അത് എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും വേഗം കിടക്കുന്നു. നമുക്കിവിടെ ആശുപത്രി എത്തിക്കാം. പിടി സൂക്ഷിച്ച് പിടിക്കണേ. நீங்க முனியப்பாட்ட இருந்து 50,000 ரூபாய் கடன் வாங்கியிருக்கீங்க. கோவில் கமிட்டில இருந்து அந்த பசங்களோட ஜாமீனத்தினால 20,000 ரூபாய் கடன் வாங்கியிருக்கீங்க. அது ஏன் திருப்பி கொடுக்கல? உங்களுக்கு தினமும் தண்ணி அடிக்கிறதுக்கு 1000 ரூபாய் வேணும். முதல்ல அவங்களோட பணத்தை திருப்பி கொடுத்துட்டு நீ எவ்வளவு வேணும்லாம் குடி. அந்த முனியப்ப ஒரு பொம்பளை பொறுக்கி. ரொம்ப நாள் அவனுக்கு என் மேல ஒரு கண்ணு. அவன் திரும்பி வந்தா கண்டிப்பா என்ன தூக்கிட்டு போயிடுவான். தூக்கிட்டு போட்டு நான் அவனுக்கு தான் உன்னை கல்யாணம் பண்ணி கொடுக்க போறேன். அந்த 3 பேர் வரதுக்கு முன்னாடி நம்ம இங்க இருந்து போயிடலாம். வேண்டப்பா, அந்த 3 பேரு ரொம்ப நல்லவங்க. கோவில் கமிட்டிக்கு கொடுக்க வேண்டிய பணத்தை திருப்பி கொடுத்துட்டா கலெக்ஷன்ல பாதி உனக்கு தான் கிடைக்கும். பின்ன எதுக்காக அந்த முனியப்பன் கூட போணும்? நீ ஆடுனா எனக்கு பணம் கிடைக்கும், அதுதான் எனக்கு முக்கியம். அப்பா, நம்ம முனியப்பன் கூட போக வேண்டாம். இவங்க 3 பேரும் ரொம்ப நல்லவங்க. உங்களுக்கு எவ்வளவு பணம் வேணுமோ நான் வாங்கி தரேன். எனக்கு தெரியும் அந்த 3 பேர்ல யாரோ ஒருத்தனை நீ காதலிக்கிற. அது எனக்கு நல்லா தெரியும்டி. அப்பா, இப்பவும் உங்க கையில தானே எல்லா கலெக்ஷனும் கிடைக்கிறது. அப்புறம் உங்களுக்கு என்ன பிரச்சனை அப்பா? எனக்கு யார உதவியும் தேவையில்லை. நாளைக்கு முனியப்ப எடுத்துதான் உன்னோட ஆட்டம். ஹலோ ஐயா, என்னங்க நான் அங்க வரணுமா? இங்க வந்தாச்சா? எல்லாம் ரெடியா இருக்கு, வாங்கோ, சீக்கிரம் வாங்கோ. நீ சீக்கிரமா ரெடியாடு, அவரெல்லாம் வந்தாச்சு. நான் வரலப்பா, இவங்களை விட்டு நான் எங்கேயும் வர மாட்டேன். அந்த முனியப்ப என் வாழ்க்கை கெடுத்துருவாப்பா. வரமாட்டேன். இல்ல, நான் வரமாட்டேன்.
ആ